ബന്ധപ്പെട്ട് പുറത്തു വരുന്ന മറ്റു ചില വിവരങ്ങളുണ്ട്. അത് പറയുന്നത് അത് പ്രേക്ഷകരിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. നമസ്കാരം. ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയം ഏതെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ യൂട്യൂബ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് പേരും കാര്യങ്ങളും ഒന്നും എടുത്തു പറയാത്തത്. അപ്പോൾ നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 2 വീഡിയോവും ഞാൻ പറഞ്ഞ എന്റെ സംശയങ്ങൾ ശരിയായി വരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ഈ പറയുന്ന അമ്മയ്ക്ക് മാനസിക വിഭ്രാന്തിയ കാര്യങ്ങളൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ മറ്റാരെയുണ്ട്, ഏതോ ഒരു കാമുകൻ, ഒരു മൂന്നാമതൊരാളുണ്ട് എന്ന് പറഞ്ഞു. അത് കൃത്യമായി വന്നു. അതിനുശേഷം ഇന്നലെ വന്ന വാർത്തകളിൽ ഒരു അടുത്ത ബന്ധുവാണെന്ന് കേട്ടപ്പോ നമ്മൾ പഴയ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ആ വീഡിയോ സൈഡ് ഇവിടെ കൊടുക്കാം. അത് ആർക്കായാലും ഒരു കോമൺ സെൻസോട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു കുറച്ചൊത്തിരി അസ്വാഭാവികത ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോ. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടല്ലേ അവൻ കരയുന്നത് എന്ന് തോന്നിപ്പോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സത്യം പറഞ്ഞ ഒരു റിസ്ക് എടുത്താണ് ഞാൻ അത് പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറയാൻ കാരണം അതുപോലെ ആ ഒരു കൊച്ചാണ്, അല്ലെ, പൊടി കൊച്ചാണ്. ആ കൊച്ചിന്റെ കൂടെ ക്രൂരത കാണിച്ചത് ആരെ ആയിക്കട്ടെ ഞാൻ അതിൽ പറയുകയും ചെയ്തു. അതാ പക്ഷെ ഞാൻ പറയുന്നത് തെറ്റിപ്പോണേ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന്. പക്ഷെ എന്റെ മനസ്സിൽ അത്രയ്ക്ക് വലുതായിട്ടുള്ള ഒരു സംശയം ഇങ്ങനെ അവന്റെ ഈ ഒരു ആക്ടിങ് കാണുമ്പോൾ ഇവൻ തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടു. പക്ഷെ പിന്നെന്താ, അത് സത്യമായി വരികയാണ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി അത് സത്യമായിട്ട് വന്നു. കാരണം ഞാൻ പറഞ്ഞു സത്യമായെങ്കിൽ കൂടി ഇങ്ങനെ ഒരു സാധനം നടക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഇതുപോലുള്ള ക്രൂരത കാണിക്കുന്ന ഒരുത്തനും ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാകരുത്, ഇനി ഇങ്ങനെ ഒരു വാർത്ത കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. കാരണം ഈ പറയുന്ന 3.5-4 വയസ്സായ കൊച്ചിന്റെ അടുത്തൊക്കെ ആ കണ്ണോടുകൂടി കാണുന്ന പരനാറികൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ ഭൂമി മലയാളത്തിൽ കാണണ്ട. അപ്പോ നമുക്ക് അറിയാൻ പറ്റും, നമുക്കൊരു ഒരു സാമാന്യ ബുദ്ധിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ഓവറായിട്ടുള്ള കാണിക്കുമ്പോ. എനിക്കൊന്നുമില്ല, എനിക്ക് കൊച്ചിനോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ പലതും അബദ്ധമായി തീരും. അത് തന്നെയായിരിക്കും പോലീസിനും ഈ പറഞ്ഞ പോലീസും പിടിച്ചത് ഇവന്റെ ഈ ഒരു ഓവറായിട്ടുള്ള കരച്ചിൽ കണ്ടു തന്നെയായിരിക്കും. ഇനി ഞാൻ പറഞ്ഞ മറ്റൊരു കേസുണ്ട്. ഇപ്പൊ വരുന്ന വാർത്തയനുസരിച്ച് ഈ ഒരു സംഭവം ഈ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു, ഈ പറയുന്ന ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. അതിന് മനം നൊന്താണ് ഈ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ ആറ്റിലെടുത്ത് എറിഞ്ഞത് എന്നാണ് പറയുന്നത്. എനിക്ക് അവിടെയും സംശയമുണ്ട്. അവിടെയാണ് എന്റെ 3ാമത്തെ സംശയം. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തൊട്ട് പറയുന്നു, അതാണോ ശരി? ഈ പറയുന്ന മറ്റുള്ളവരടുത്ത് പറയാൻ മടിച്ച്, അല്ലെങ്കിൽ ഈ ഒരു മനസ്താപം കൊണ്ട് ഈ കുലീനയായ സത്യസന്ധയായ പതിവ്രതയായ ഭാര്യ എന്ത് ചെയ്തു, സ്വന്തം മോളെ തീർത്തതാണോ? അതിന്റെ സംശയം കൂടി, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ 24-ൽ വന്നൊരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് ഞാൻ ഇവിടെ വെക്കാം. അതിൽ നമ്മൾ വായിച്ചെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ആദ്യം ഞാൻ ആ ന്യൂസ് ഇവിടെ വെക്കാം. ചടങ്ങുകൾ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ആ സമയത്ത് രാത്രി 12:30 വരെ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് ഇന്നലെ 11 മണിയോടെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ബന്ധുക്കളെയും പ്രതിയെയും വിളിപ്പിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും നിരന്തരമായ ചോദ്യം ചെയ്യൽ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യൽ. അതിനൊടുവിൽ ആദ്യഘട്ടത്തിലൊന്നും പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നില്ല. ആദ്യഘട്ടത്തിലെല്ലാം ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യങ്ങളെ പോലീസ് ഓരോന്നായി പ്രതിക്ക് മുന്നിൽ നിരത്തുമ്പോൾ ആ സാഹചര്യങ്ങളിലെല്ലാം തന്നെ പ്രതി കള്ളങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിനെല്ലാം പ്രതി തള്ളി പറയുകയാണുണ്ടായിരുന്നത്. പിന്നീട് നിവൃത്തിയില്ലാതെ ഈ പ്രതി പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിക്കുന്നു. ഞാൻ ഈ നിലയിൽ ഒരു ഒറ്റ തവണ എനിക്കത് പറ്റിപ്പോയി എന്നുള്ളതാണ് പ്രതി പോലീസിനോട് പറയുന്നത്. പിന്നീട് പോലീസ് പറ്റിപ്പോയി എന്ന് ഒറ്റത്തവണ പറ്റിപ്പോയി എന്നാണ്. അവസാനം ഇവൻ എന്ത് ചെയ്തു, ഇവനെ പല പ്രാവശ്യം ചോദ്യം ചെയ്തു. ഇവൻ സമ്മതിക്കുന്നില്ല. വീണ്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവന്റെ ചോദ്യം ചെയ്യുമ്പോൾ അവസാനം നിവൃത്തിയില്ലാതെ പറ്റിപ്പോയി സാറേ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ തന്നെ ഒന്ന് പറ്റിക്കണ്ടേ സാറേ? അപ്പൊ തന്നെ ചെകടടിച്ചൊന്ന് പറ്റിക്കണമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയണമെന്ന് എനിക്കുണ്ട്, ഒരുപാട്. വേറെ വല്ല വിഷയത്തിൽ നമുക്കറിയാം, എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം, വേറെ ഏതെങ്കിലും വിഷയമാണെങ്കിൽ ഞാൻ അവനെയൊക്കെ വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിയിൽ ഞാൻ പറയും. പക്ഷെ ഈ ഒരു സംഭവത്തിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. നമ്മളെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വീണ് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംയമനം പാലിക്കുന്നത്. ബാക്കിയേക്കാം.
ശാസ്ത്രീയ തെളിവുകൾ നിരത്തി പ്രതി പറഞ്ഞ ഓരോ കള്ളങ്ങളും പൊളിക്കുന്നു. അങ്ങനെ കൃത്യമായ കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങൾ പ്രതി പോലീസിനോട് പറയുന്നു. ഞാൻ ഈ കുട്ടിയെ പറയുന്നു. ഈ രാത്രിയിൽ ഈ കുട്ടിയോടൊപ്പം പ്രതിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നു. അതായത് അടുത്ത ബന്ധുവാണ്, അത്രമേൽ കുട്ടിയുമായി ഇടപഴകാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി പ്രതിക്കൊപ്പമായിരുന്നു പലപ്പോഴും രാത്രികളിൽ ഉറങ്ങിയിരുന്നത്. ഈ രാത്രികളിൽ പ്രതി കുട്ടിയെ പീഡിപ്പിച്ചു. ഒപ്പം തന്നെ സ്വന്തം വീട്ടിൽ വെച്ചാണ് ഈ പീഡനം നടക്കുന്നത്. മനസ്സിലായോ? രാത്രി ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതിലൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല റോളുണ്ട്. സത്യം പറഞ്ഞ തന്തിയാനൊക്കെ ഒരു റോളുണ്ട്. മനസ്സിലായോ? കൊച്ചിനെ രാത്രി അവരെ കൂടെയാണ് കിടന്നിരുന്നത്. കൊച്ചു അവന്റെ അടുത്താണ് കിടന്നിരുന്നത്. അത് 1-2 പ്രാവശ്യമില്ല, തലേ ദിവസം വരെ. അതായത് ഈ കൊച്ചിന്റെ മരണത്തിന്റെ തലേ ദിവസം വരെ യവൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കൊച്ചിന്. മനസ്സിലാക്കണം. നോക്കിയോ അപ്പൊ എത്രത്തോളം ബാക്കി. 2 വീടുകളും അടുത്തടുത്താണ്. ഈ 2 വീടുകളും സഹോദരനും ഒപ്പം തന്നെ ബന്ധുക്കളുമാണ്. അതുകൊണ്ട് തന്നെ അടുത്തടുത്തുള്ള വീടുകളായതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു അവസരം പ്രതിക്ക് കൈവന്നു. അങ്ങനെ ആ അവസരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രതി ഈ കുട്ടിയെ ഈ സംഭവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന മറ്റു ചില വിവരങ്ങളുണ്ട്. അത് പറയുന്നത് അത് പ്രേക്ഷകരിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. 10-ലധികം എന്നുള്ളതാണ്. ഈ കുട്ടിക്ക് ഏകദേശം 2 വയസ്സിനു ശേഷം ഈ കുട്ടി പീഡനത്തിനിരയായി. 1-2 പ്രാവശ്യമല്ല, 10-ലധികം പ്രാവശ്യമാണ് ഈ പറയുന്ന വെറും 4 വയസ്സ് മാത്രം പ്രായം. ഇപ്പോഴാണ് 4 വയസ്സായി. 4 വയസ്സായില്ല, 3.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. 2 വയസ്സ് മുതലാണ് തുടങ്ങിയത്. മനസ്സിലായോ? ഇതിനകത്ത് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ പ്രേക്ഷകർ അത് കേട്ടുകൊണ്ടിരിക്കില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ആ കാര്യം എന്താണെന്ന് ഊഹിച്ചാൽ മതി. മനസ്സിലായോ? ആ കാര്യം എന്താണെന്ന് ഊഹിച്ചാൽ മതി. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇതിനകത്ത് ഈ പറയുന്ന പലരും പറയും പോലെ അമ്മ നിരപരാധിയാണ്, അമ്മ പതിവ്രതയാണെന്ന് പറയും. ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഒരു കാലത്തും സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് ഇതറിയാം, അമ്മയ്ക്ക് കൃത്യമായിട്ട് ഇതറിയാം. അമ്മയ്ക്ക് ഈ പറയുന്ന ഭർത്താവിന്റെ അനുജനാണ് സ്വന്തം മോളെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവസാനം പാടുകൾ വന്നപ്പോൾ, സ്വകാര്യ ഭാഗത്ത് വരെ പാടുകൾ വന്നപ്പോൾ ഇത് ആരെങ്കിലും കാണും. തലേ ദിവസം നടന്ന സംഭവമാണ്. തലേ ദിവസം ക്രൂരമായി പോയി. അത് ആര് കണ്ടാലും ഇത് തിരിച്ചറിയും. എന്റെ കാമുകൻ എന്നേ ഞാൻ വിളിക്കത്തുള്ളൂ. എനിക്ക് അവളുടെ അടുത്ത് ഒരു മമതയില്ല. അവളെ തള്ളയെന്ന് വിളിക്കാനോ അമ്മയെന്ന് വിളിക്കാനോ എന്റെ നാവ് പൊങ്ങത്തുമില്ല. പുറത്തറിയുമെന്ന് കരുതി ഇവൾ കൊണ്ട് തീർത്തതാണ് എന്നുള്ളതിന് ഞാൻ എഴുതി വെച്ച് 99.9% ഇത് തന്നെയാണ് സംഭവിച്ചത്. അല്ലാതെ സ്വന്തം ആലോചിച്ച് ഇവർ പറയുന്ന ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം 3-4 വയസ്സുള്ള കുട്ടികളെ ഇത്രയും മൃഗീയമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവനോട് പിന്നീട് സ്നേഹം, അവനെ ആരൊന്നും ചെയ്യല്ല. അല്ലെങ്കിൽ പുറത്തിറങ്ങി എന്റെ മനം നൊന്ത് സ്വന്തം മകളെ കൊണ്ട് കൊല്ലുന്നു. എന്നിട്ട് അവൾ എന്താ സംഭവിച്ചത്? ഇവൾ ആദ്യം പിടിച്ചപ്പോ എന്താ പറഞ്ഞത്? ബസ്സിനകത്തിരുന്നു കാണാതായി, ബസ്സിൽ നിന്ന് കാണാതായി എന്ന് പറഞ്ഞു. എത്ര കാലം പോലീസുകാർ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞോ? ഇല്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഇവളെ പിന്നീട് മെഡിക്കലിനെ കൊണ്ടുപോയിട്ട് തിരിച്ചു പോയി വന്നപ്പോഴാണ് ഇവള് പറയുന്നത്, അത് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും പിന്നീട് സങ്കടം ഉണ്ടാവും, ആ സങ്കടം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇത്രയും നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവള് ഇങ്ങനെ ഇവനുമായിട്ട് ബന്ധമില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞത്? ഇവൾക്ക് മാനസിക രോഗമാണെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണ് മാനസിക രോഗം, എനിക്ക് ആ രോഗം ഇല്ല. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഇത് വിശ്വസിക്കുന്ന നിങ്ങൾക്കാണ് മാനസിക രോഗം, നിങ്ങൾക്കാണ് പ്രശ്നം. ഇത്രയും തെളിവായിട്ട് ഇത്രയും വെളിച്ചത്തിൽ പറയും പോലെ ഇത്രയും പിന്നീട് എന്താണ് തുറന്ന് സമ്മതിക്കുകയാണ്, തുറന്ന് കിടക്കുകയാണ് ഈ സത്യം. എന്താണ് സംഭവിച്ചതെന്ന്. ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം മുതൽ പറയുന്ന സാധനം ഇത്രയേ ഉള്ളൂ. ഒരു കാമുകൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് കാമുകൻ ഭർത്താവിന്റെ അനിയനാണെന്നുള്ള കേസ് ഞാൻ ഞെട്ടി. അത് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. അതും നമ്മൾ ഇട്ടു. അതും സത്യമായിട്ട്, ഇതും സത്യമായിട്ട് വരും. ഈ പറയുന്നതും സത്യമായിട്ട് വരും. മനസ്സിലായോ? ഇത് ഭർത്താവിനും അറിയാം എന്നെനിക്ക് ഡൗട്ടുണ്ട്. മനസ്സിലായോ? ഇവന്റെ ഈ പറയുന്ന ഭർത്താവിനും അവിടെയുള്ള വീട്ടുകാർക്കും ഇത് ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അറിയാം. മറ്റതല്ല, കുട്ടിയുടെ കേസല്ല, ഈ പറയുന്ന ഭാര്യയുമായിട്ടുള്ള അവിഹിതം ആ കുടുംബത്തിലുള്ളവർക്കും അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അറിയാതിരിക്കാനുള്ള വഴിയില്ല. കാരണം ഇന്നും ഒന്നിനെ തുടങ്ങിയതല്ലല്ലോ. കൂട്ടി വിളിച്ച് കിടത്തിയിരുന്നു. ആദ്യം അമ്മ കൂട്ടുപോയി, പിന്നെ കൊച്ചിനെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.